ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ സിനിമ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇപ്പോൾ ഹൃദയമായിട്ട് ബന്ധപ്പെട്ട പല പരിപാടികൾക്കും എന്നെയാണ് വിളിക്കുന്നത്. അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇന്ന് ഈ ചടങ്ങിന് വരണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് വരാൻ സാധിക്കില്ലായിരുന്നു. പക്ഷേ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ച് പറയണം ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞാണ്. കാരണം അത് ഈ ചടങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് കാരണമാണ്. കാരണം നമ്മൾ ധാരാളം ബിസിനസ്സിൻ്റെ ആളുകളെ കണ്ടിട്ടുണ്ട്. പണം ഉണ്ടാക്കുക മാത്രമല്ലല്ലോ, നമ്മുടെ ഒപ്പമുള്ളവരെ ചേർത്ത് പിടിക്കുക എന്നുള്ള ഒരു ധർമ്മം കൂടി ജോയി ആലുക്കാസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഇപ്പോഴല്ല, വളരെ നേരത്തെ തൊട്ട് എനിക്ക് അറിയാവുന്നതാണ്. നമുക്ക് ജോയി ആലുക്കാസ് ഫൗണ്ടേഷൻ്റെ പേരിലായാലും അദ്ദേഹത്തിൻ്റെ സ്വന്തം പേരിലായാലും പൊതുജനങ്ങൾ അറിയാതെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് അടുത്തറിയാവുന്ന അന്തിക്കാട് ഒരു സാന്ത്വനം എന്ന് പറഞ്ഞിട്ടൊരു സ്പെഷ്യൽ സ്കൂള്, അവൻ പെട്രോൾ അടിക്കാൻ ഡീസൽ അടിക്കാൻ കാശില്ലാതാകുമ്പോൾ എൻ്റെ അടുത്തേക്ക് ഓടി വരും. എൻ്റെ അടുത്ത് പറയാറുള്ളത് ജോയി ആലുക്കാസാണ്, അവരെ ഒരു നമ്മളെ കഴിയാവുന്ന ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ അതൊന്നും പബ്ലിക് അറിയുന്നതല്ല, അല്ലെങ്കിലും വളരെ കൂടുതൽ കാര്യങ്ങൾ പബ്ലിക് അറിയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 20 പേർക്ക് ഫേസ് മാസ്ക് വയ്ക്കുന്ന ഭീമമായ ചിലവ് ഒഴിവാക്കിക്കൊണ്ട് സൗജന്യമായിട്ട്, അതും മെഡിക്കൽ കോളേജായിട്ട് സംയോജിച്ചുകൊണ്ട് അത് ഇവർ ഈ ജോയി ആലുക്കാസ് ഫൗണ്ടേഷൻ നിർവഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇന്ന് ഹാർട്ട് ഡേ ആണ് എന്നുള്ളത് വലിയ ഒരു കോയിൻസിഡൻ്റാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാര്യം എൻ്റെ സിനിമ റിലീസ് ചെയ്യുകയും അത് ഒരുവിധം ആളുകളെല്ലാം നന്നായിട്ട് സ്വീകരിക്കുകയും ചെയ്തൊരു സമയത്ത്, അപ്പോൾ ഞാൻ ആലോചിച്ചു അങ്ങനെ ഒരു സബ്ജക്റ്റ് ഈ സമയത്ത് ചെയ്യാൻ തോന്നിയത് എൻ്റെ ഒരു ഭാഗ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഓരോ സിനിമ ഉണ്ടാകുന്നതും എന്തെങ്കിലും ഒരു കാരണത്തിൽ കൂടെയാണല്ലോ. നമ്മൾ പലപ്പോഴും, ഞാൻ ഇന്നലെ ഒരു ചടങ്ങിൽ പങ്കെടുത്തിട്ട് പറഞ്ഞു, ഇത് ഒരിക്കലും നമ്മൾ ജീവിതത്തിൽ നിന്നാണ് സിനിമ ഉണ്ടാക്കുന്നത്, ജീവിതം കണ്ടിട്ടാണ് സിനിമ ഉണ്ടാക്കുന്നത്. ജീവിതത്തിലെ സൊസൈറ്റിയിലെ കാര്യങ്ങൾ സ്വാംശീകരിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും സിനിമകൾ ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് ഞാനും ശ്രീനിവാസനൊക്കെ ചെയ്യുന്ന സിനിമകൾ ഇപ്പോഴും നിലനിൽക്കുന്നത്. കുറേ കാലങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ സന്ദേശമൊക്കെ 32-33 കൊല്ലമായി റിലീസ് ചെയ്തിട്ട് ഇപ്പോഴും ആളുകൾ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിനെപ്പറ്റി പറയുന്നതൊക്കെ അത് നാട്ടിൽ നിന്ന് നമ്മൾ കണ്ടെത്തുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ചിന്താവിഷയ ശ്യാമള എന്നുള്ള സിനിമയുടെ ഒരു അവാർഡ് ഫംഗ്ഷനിൽ വെച്ചിട്ട് ശ്രീനിവാസൻ ഒരു ബോംബ് പൊട്ടിച്ചു. ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശ്രീനി പറഞ്ഞു, ഇന്ന് ഞാൻ ആദ്യമായിട്ട് നിങ്ങളുടെ അടുത്തൊരു സത്യം പറയാൻ പോവുകയാണ്, ഈ കഥ ഞാൻ മോഷ്ടിച്ചതാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര ആകാംക്ഷയോട് കൂടി നോക്കിയിരുന്നു ശ്രീനിവാസൻ്റെ വാക്കുകളെയൊക്കെ. ഞാൻ മോഷ്ടിച്ചതാണ്, അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ മോഷ്ടിച്ചതാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ലൈഫിൽ നിന്നാണ് നമുക്ക് എപ്പോഴും ഇൻസ്പിറേഷൻസ് ഉണ്ടാകുന്നത്. എൻ്റെ ഈ ഹൃദയപൂർവ്വത്തിൻ്റെ മുമ്പ് ഞാൻ മോഹൻലാലിനെ വെച്ചൊരു സിനിമ ചെയ്യാമെന്ന് ആലോചിച്ചാൽ എൻ്റെ കഥ ഫൈനലൈസ് ചെയ്യുന്നതൊക്കെ മുമ്പ് എൻ്റെ മകൻ ഒരു ദിവസം ഒരു ഫോട്ടോ കൊണ്ടുവന്ന് കാണിക്കുകയാണ്. അതൊരു സോഷ്യൽ മീഡിയയിൽ വന്ന ഫോട്ടോ ആണ്. ആ ഫോട്ടോ ഒരു പെൺകുട്ടിയുടെ, വിദേശത്താണ്, അമേരിക്കയിലാണ്, ഒരു പെൺകുട്ടിയുടെ കല്യാണമാണ്. ആ കല്യാണം നടക്കുമ്പോൾ ഈ പെൺകുട്ടിയുടെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി ഇവളുടെ അച്ഛൻ്റെ ഹാർട്ട് സ്വീകരിച്ച ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒന്നൊരു കഥയുണ്ടെന്നുള്ളൊരു സ്പാർക്കിൽ നിന്നാണ് ഇങ്ങനെ ചിന്ത തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ആ ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്നത് പലപ്പോഴും അതിൽ കൂടെ ആയിരിക്കും. അപ്പോൾ നമുക്കൊരു ബസ് ഓണറുടെ കഥ എടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് ബസ് ഓണർമാരുടെ കഥയെ പറ്റി ചിന്തിക്കാൻ തുടങ്ങും. അതുപോലെ ഈ ഹാർട്ട് ഡൊണേറ്റ് ചെയ്തിട്ടുള്ള ഒരാളുടെ കഥ, അല്ലെങ്കിൽ അത് സ്വീകരിച്ച ഒരാളുടെ കഥയെ പറ്റി ആലോചിക്കുമ്പോൾ അത്തരം അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ കണ്ടിട്ടുണ്ടല്ലോ, നമ്മളത് പറയണമല്ലോ നമുക്ക് തോന്നിപ്പോവാണ്. അപ്പോൾ ഞാൻ പ്രകാശൻ എന്നുള്ള സിനിമ എഴുതാനായിട്ട് ഞാനും ശ്രീനിവാസനും കൊടുങ്ങല്ലൂർ ഒരു പുല്ലൂറ്റ് എന്ന സ്ഥലത്തൊരു കോട്ടേജ് എടുത്ത് താമസിച്ചിട്ട് എഴുതാം. ഈ ഹോട്ടൽ വേണ്ട എന്ന് വിചാരിച്ചിട്ട്, ആരും അറിയാതിരിക്കണം, കാരണം ശ്രീനി ഒരു ആക്ടർ കൂടെ ആയതുകൊണ്ട് ആളുകൾ കൂടാതിരിക്കണം. അപ്പോൾ ഒഴിഞ്ഞൊരു സ്ഥലത്ത് പുല്ലൂറ്റ് ഒരു പുഴയുടെ തീരത്തൊരു കോട്ടേജ് ഉണ്ട്, ഒരു ഹനീഫ എന്ന് പറഞ്ഞ ഒരാളുടെയാണ്. അപ്പോൾ ഹനീഫേനെ നമ്മൾ ടി എൻ പ്രതാപൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട്, നൗഷാദാണ് കണക്ട് ചെയ്ത് തരുന്നത്. അങ്ങനെ ഞങ്ങൾ ഹനീഫയും കൂടെ വന്നു, ആ വീട് കണക്ട് ചെയ്ത് ആ വീട് ഞങ്ങൾക്ക് ഇഷ്ടമായി, ഒരു കുക്കിനൊക്കെ വെച്ച്. അപ്പോൾ രാത്രിയായപ്പോൾ ഞാൻ പറഞ്ഞു, ഹനീഫ ഭക്ഷണം കഴിച്ചിട്ട് പോകാം. അപ്പോൾ ഇവിടെ പറഞ്ഞാൽ അപ്പോൾ എനിക്ക് കുറേ മരുന്നുകൾ കഴിക്കാനുണ്ട്. അത് എന്താണ്? അല്ല 4.5 കൊല്ലമായി ഞാൻ എൻ്റെ ഹാർട്ടും എൻ്റെ ലങ്സും മാറ്റി വെച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ ഞെട്ടിപ്പോയി. ഹാർട്ടും ലങ്സും ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. കാർ ഓടിച്ചവിടുന്ന് അങ്ങനെ നേരെ പോയി അപ്പോളോയിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. ഇന്നലെ ഡോക്ടർ ചാക്കോ പെരിയപുരം പറഞ്ഞു അദ്ദേഹത്തിന് അറിയാവുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ നമ്മൾ കഴിഞ്ഞ കൊല്ലം നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവും, കണ്ണൂർ ഒരു വിഷ്ണു എന്ന് പറഞ്ഞൊരു പയ്യൻ ബൈക്കാർ വെള്ളത്തിൽ മരിച്ചിട്ട് അവൻ്റെ ഹൃദയം മാറ്റിവെച്ചത് കോട്ടയത്തുള്ള ഒരാൾക്കാണ്, ഒരു ചെറുപ്പക്കാരനാണ്. ഈ വിഷ്ണുവിൻ്റെ അമ്മ മരിച്ചിട്ട് ചതയ്ക്ക് തീ കൊളുത്തിയത് ഈ പയ്യനാണ്. അപ്പം അങ്ങനെ കുറേ വൈകാരികമായ സംഭവങ്ങൾ നമ്മുടെ കണ്ണിൻ്റെ മുന്നിലൂടെ പോകുമ്പോഴാണ്
അങ്ങനെ ഒരു സബ്ജക്റ്റ് സിനിമയാക്കുമ്പോൾ നമുക്കതിനൊരു ജീവിതമായിട്ട് ബന്ധപ്പെടും എന്ന് ആർക്ക് തോന്നും. വെറും ഒരു തമാശ പടമല്ലാതെ അതിനുള്ളിൽ ഒരു ആഴത്തിലുള്ള കഥ ഉണ്ടാകുമ്പോഴാണ് കഥ പലപ്പോഴും ഓർമ്മിക്കപ്പെടുക. ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ തമാശ പടങ്ങളുടെ ഉള്ളിലും സീരിയസ് ആയിട്ടുള്ള കഥകളുണ്ട്. ഇപ്പോൾ നാടോടിക്കാരൻ എന്നുള്ള സിനിമ കണ്ട ആളുകളൊക്കെ ചിരിച്ചു മറിയും. പക്ഷെ തൊഴിലില്ലാത്ത രണ്ട് ചെറുപ്പക്കാരുടെ ധർമ്മസങ്കടമാണ് കഥ. വരവേൽപ്പ് എന്ന് പറയുന്ന സിനിമ ഒരു ബസ് വാങ്ങിച്ച് ഒരുത്തൻ പെടുന്ന പെടാപ്പാടാണ് കഥ. അപ്പോൾ അതിലൊക്കെ ഒരു സീരിയസ് നോട്ട് ഉണ്ടാവുന്നത്. അപ്പോഴാണ് നമ്മളിങ്ങനെ ഒരു സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്യുകയും അത് സിനിമയാക്കാൻ മോഹൻലാലിനെ ക്യാരക്ടർ ഇഷ്ടപ്പെടുകയും മോഹൻലാലാണ് ഹൃദയപൂർവ്വം എന്നുള്ള പേര് സജസ്റ്റ് ചെയ്തത്. പിന്നെ നമ്മൾ ഹൃദ്രോഗ വിദഗ്ധന്മാരായിട്ട് സംസാരിച്ച് അവരുടെ നിർദ്ദേശങ്ങൾ കൂടി ഉൾക്കൊണ്ടിട്ടാണ് സിനിമ എടുക്കുന്നത്. ഏത് സബ്ജക്റ്റ് ചെയ്യുമ്പോഴും അതിൽ വിദഗ്ധരായിട്ട് നമ്മൾ സംസാരിക്കുക, അല്ലെങ്കിൽ മണ്ടത്തരങ്ങളെ പറ്റി പോയല്ലോ. ഇപ്പം സന്മനസ്സുള്ള സമാധാനം എന്നുള്ള സിനിമയിൽ ഒരു ഹൗസ് ഓണർ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. ഐപ്പ് എന്നുള്ള വക്കീലിനെ പിടിച്ചിരുത്തിയിട്ട് ഞാനും ശ്രീനിവാസനും കൂടി അതിലെ ഓരോ നയമോശങ്ങളും എഴുതിയെടുത്തിട്ട് അതാണ് മോഹൻലാലിനെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തിയേറ്ററിൽ വേറെ വക്കീൽമാർ കണ്ടാലും തെറ്റില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പടത്തിൻ്റെയും നമ്മൾ ചെയ്തത്. അപ്പോൾ എൻ്റെ അടുത്ത് ഹാർട്ട് മാറ്റിവെപ്പിച്ച് ശസ്ത്രക്രിയ ചെയ്യുന്ന ഡോക്ടറെ പറഞ്ഞിട്ടുള്ളത്, ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ആളുകളെ ഒരു വിഭാഗമായി മാറ്റി വയ്ക്കരുത്, അത് അവരെ ആളുകളുടെ കൂടെ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തേണ്ട രീതിയിൽ പാടില്ല. അവർക്ക് ഒരിക്കൽ ഹാർട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവർ മരുന്ന് കഴിക്കുന്നുണ്ട്, എല്ലാ നിയമങ്ങളും പാലിക്കുന്നുണ്ടെങ്കിലും അവരൊരു പ്രത്യേക വിഭാഗമാക്കി കാണിക്കരുത്. അതാണ് നമ്മൾ ഹൃദയപൂർവ്വം എന്നുള്ള സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. നമുക്ക് വളരെ ബഹുമാനമുള്ള ഒരു ഡോക്ടർ വളരെ വിയോജനക്കുറിപ്പ് വരണം ഫേസ്ബുക്കിൽ എഴുതിയൊക്കെ ഞാൻ കണ്ടു. അദ്ദേഹത്തിന് അല്ലാതെ തന്നെ നമുക്ക് വലിയ ബഹുമാനമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ തെറ്റാണെന്നോ അല്ലെങ്കിൽ അതിനൊരു മറുപടി പറഞ്ഞ് അദ്ദേഹത്തെ വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അല്ലെങ്കിൽ മറുപടിയുണ്ട്. കാര്യം ഞാൻ ഇന്നലെ ജോസാക്ക് പെരുവറത്തിനെ അടക്കം ഡിസ്കസ് ചെയ്തതാണ്. അവിടെ ഇന്നലെ അത് പറയാം, ഇന്നലെ ഒരു 10 ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആൾക്കാരെ ആയിട്ട് ഞാനും ചാക്കോ പെരുവറവും തമ്മിൽ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ ഞെട്ടിപ്പോയി. ഞാൻ മോഹൻലാൽ ഫോൺ ചെയ്ത സമയത്ത് ഞാൻ മോഹൻലാലിനോട് പറഞ്ഞു, അനീഷൊക്കെ ഉണ്ടായിരുന്നു അവിടെ, മോഹൻലാലിനോട് ഞാൻ പറഞ്ഞു, പടത്തിൽ സന്ദീപ് ബാലകൃഷ്ണനേക്കാളും സ്മാർട്ടായിട്ടാണ് ഇവരൊക്കെ ഇരിക്കുന്നത്. കാര്യം അതിലൊരു പയ്യൻ ഹാർട്ട് മാറ്റി വെച്ചൊരു പയ്യൻ ഫുട്ബോൾ പ്ലെയറാണ്, അവരിപ്പോഴും ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ ഇതിൻ്റെ ഇത്തരം ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആളുകളുടെ ഒളിമ്പിക്സിൽ പങ്കെടുത്തു വന്നിരിക്കുകയാണ്. പിന്നെ വേറൊരാൾ രാത്രിയും പകലും ട്രക്ക് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് മറ്റെല്ലാവരും ചെയ്യുന്ന ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. പക്ഷേ ഇതിന് അവർ മാത്രം വിചാരിച്ചാൽ പറ്റില്ല. അതിന് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ മറ്റുള്ളവരുടെ സഹായം വേണം. അതാണ് ആലുക്കാസിൻ്റെ ഫൗണ്ടേഷൻ നിർവഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞത്, ഞാൻ ഈ ചടങ്ങിന് എന്തായാലും വരും. കാര്യം അതൊരു ഇൻസ്പിറേഷനാണ്. കാര്യം അല്ലെങ്കിൽ നമുക്ക് അദ്ദേഹത്തിനോട് കാണിക്കാൻ പറ്റുന്ന വെറുതെ വാക്കുകൾ കൊണ്ടൊരു അഭിനന്ദനം പറയുന്നതിനേക്കാൾ കൂടുതൽ സാന്നിധ്യം കൊണ്ട് ഞാൻ അഭിനന്ദനം അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും അനുഭവത്തോടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.